മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ബഹ്റൈനിൽ AI ഉപയോഗിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ നിർമ്മിച്ചാൽ കനത്ത പിഴയും തടവ് ശിക്ഷയും. ക്രിമിനൽ കുറ്റം ചുമത്താനും നിയമ ഭേദഗതിയിൽ നിർദ്ദേശം. ബഹ്റൈനിലെ റോഡുകളിൽ 500 അത്യാധുനിക സ്മാർട്ട് ട്രാഫിക് ക്യാമറകൾ സ്ഥാപിക്കും. ഡിസംബറിൽ പൂർത്തിയാകുന്ന പദ്ധതിയുടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഡിസംബറിൽ തുടങ്ങും. പുത്തൻ സാങ്കേതിക വിദ്യയിൽ നിയമലംഘനങ്ങൾ തത്സമയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. 2026 ക്യാമറ സ്ഥാപിച്ചു തുടങ്ങും. മുനിസിപ്പാലിറ്റി ജീവനക്കാരായോ ഫീൽഡ് ഇൻസ്പെക്ടർമാരായോ ചമഞ്ഞെത്തുന്ന തട്ടിപ്പുകാരെ സൂക്ഷിക്കണമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി. പരിശോധനകളെപ്പറ്റി വ്യാജ സന്ദേശം അയക്കാൻ സാധ്യത. കളഞ്ഞുകിട്ടിയ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് ബഹ്റൈനിൽ ആൾമാറാട്ടവും തട്ടിപ്പും നടത്തിയ ബംഗ്ലാദേശ് പൗരന് 3 വർഷം തടവ്. ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ നാടുകടത്താൻ ഉത്തരവ്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് കുവൈറ്റ് ഇന്ത്യൻ എംബസി പരിസരത്ത് ദേശീയ ഗീതം കൂട്ടമായി ആലപിച്ചു.